ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് കുറച്ച് കല്ലുമ്മക്കായ കിട്ടിയത് എങ്ങനെ നന്നാക്കിയെടുത്ത് എങ്ങനെ അത് വേവിക്കാമെന്ന് നോക്കാം. ഫോർട്ട് കൊച്ചി പോയപ്പോൾ അത്യാവശ്യം കുറച്ച് മാത്രം വാങ്ങിച്ചു കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. ഭയങ്കര വിലയാണ് ഈ സാധനത്തിന്. 1 കിലോയ്ക്ക് 350 രൂപയാണ് വില. പക്ഷേ ഇത് കിട്ടാനും ഇല്ലല്ലോ. അത്രയ്ക്ക് അധ്വാനം ചെയ്ത് കഴിഞ്ഞാലാണ് ഈ സാധനം അവർക്കത് കളക്ട് ചെയ്യാനും പറ്റുള്ളൂ. മുങ്ങിത്തപ്പി എടുക്കണ ഒരു സാധനമാണല്ലോ കല്ലുമ്മക്കായ. ഈ സാധനം കോഴിക്കോട് ഞങ്ങൾ ചെന്നപ്പോഴത് ഫ്രൈ ചെയ്തത് 100 രൂപയ്ക്ക് 7 എണ്ണമാണ് എന്ന് പറഞ്ഞു. അതിനകത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയാലോ. ഇത് നമുക്ക് വേർതിരിച്ചെടുക്കണമെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ പൊളിച്ച് നോക്കുമ്പോഴിങ്ങനെ പരന്ന് ഇരിക്കുമായിരിക്കും. ഇതിങ്ങനെ പറ്റി പിടിച്ച് പാറയിൽ പറ്റി പിടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണത്. അപ്പോൾ അത് കക്ക വാരുന്നവർ പ്രത്യേകം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇതിനെ അത് വാരി എടുക്കുന്നത്. അപ്പോൾ കല്ലുമ്മക്കായ നമ്മുടെ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് സീസണലായിട്ട് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് പൊളിച്ച് നോക്കിയപ്പോൾ വെറുതെ ഞാൻ പൊളിച്ച് നോക്കിയത് അതിൽ വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നന്നായിട്ട് കഴുകിയെടുക്കുക. നന്നായിട്ട് കഴുകി 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. വലിയ അഴുക്കൊന്നുമില്ല അതിനകത്ത്, കാരണം ആ കക്കയുടെ ഉള്ളിലാണല്ലോ നമുക്ക് കഴിക്കാനുള്ള സാധനം ഇരിക്കണത്. അപ്പോൾ അത് കഴുകിയെടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇത് തിളപ്പിക്കുമ്പോൾ അത് ഉരുണ്ട് കൂടി വരും. അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് കാണാം കേട്ടോ. അത് ഉപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. ഉപ്പുകല്ല് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. ഇതിന് മുമ്പ് മീൻ നന്നാക്കിയപ്പോൾ ആ മീൻ കഴുകിയെടുക്കാൻ വേണ്ടി ഉപ്പുകല്ല് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. നമ്മൾ ഉപ്പിട്ട് മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാം. ഒരു 10 പ്രാവശ്യം വാഷ് ചെയ്യുന്നതിനെ കൊണ്ട് ഉപ്പിട്ട് കഴുകുമ്പോൾ 5 പ്രാവശ്യമായിട്ട് അത് ചുരുക്കി എടുക്കാൻ പറ്റും. അത്ര വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പം നമുക്കിനി ഇതാ അടപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അത് തിളപ്പിച്ച് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളോട് പറയാൻ വിട്ടുപോയല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ. ഭയങ്കര ചൂടാണത്. ചൂടാറിയിട്ട് വേണം നമ്മളതിൽ തൊട്ട് അത് പൊളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം അതിൽ കിടന്ന് ഞാൻ ഒഴിച്ച് കളയുവാണ് കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അത് ഓഫ് ചെയ്ത് തരണം. അപ്പോൾ ചൂടാറിയിട്ടാണ് നമ്മളത് എടുക്കാൻ. അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും. കക്ക ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണല്ലോ. ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള സാധനം. നമ്മൾ പച്ചയ്ക്ക് പൊളിക്കുമ്പോൾ അതിൽ പറ്റി പിടിച്ചിരിക്കും. ഞാൻ ആദ്യം ഒരെണ്ണം പൊളിച്ച് കാണിച്ചു തന്നില്ലേ. നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ ഇതുപോലെ അതിൽ ഉരുണ്ട് വരും. എടുക്കാനും എളുപ്പമാണ്. പിന്നെ അത് ആ ഭാഗമാണ് ഇപ്പോൾ ഞാൻ മുറിച്ച് കളയുന്ന ഭാഗമാണ് കേട്ടോ അവർ പാറയിൽ പറ്റി പിടിച്ച് വളരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നന്നാക്കി എടുക്കാം കേട്ടോ. ചൂടാറാതെ പിടിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ. ഞാൻ മീനും ഇറച്ചിയെല്ലാം നന്നാക്കി കഴുകിയെടുക്കുന്നത് ഈ വർക്ക് ഏരിയയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ഗ്യാസ് സ്റ്റോവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കക്ക ആയതുകൊണ്ടാണ് ഞാൻ അലുമിനിയം ചീഞ്ചട്ടിയിൽ വെച്ചത്. കാരണം അത് പിന്നെ നമ്മൾ എടുത്തിട്ട് വേറെ പാത്രത്തിൽ പാചകം ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ അങ്ങനെ തന്നെ അത് അടുപ്പത്തേക്ക് വെച്ചതാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഒതുക്കി എടുക്കാനുണ്ട്. എല്ലാം മെസ്സിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. എണ്ണ അതിനകത്തുള്ള നമ്മുടെ പുഴയിലുള്ള ആക്ക പോലെയല്ല അല്ലേ. ഇത് കല്ലുമ്മക്കായ. ഇത് മറ്റൊരു കക്കയാണ്.
ആകെ അത്രയും കക്ക എടുത്തിട്ട് ഇത്രയും ആട്ടോ കിട്ടിയുള്ളൂ. ഒരെട്ടെണ്ണം ഞാൻ ചെയ്ത് നോക്കിയുള്ളൂ. എന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 8 എടുത്തോളൂ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത് മാത്രം മതി. അപ്പോൾ പല രീതിക്കും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് സ്വല്പം വലിയ ഫ്രൈ ചെയ്യാതെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. കണ്ടോ, അതിൻ്റെ തൊണ്ട അതാട്ടോ. ഇത് ഞാൻ ഇനി വെച്ചേക്കും. ഈ തൊണ്ട് നമ്മൾ ഉണങ്ങിയെടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ ഉണ്ടാക്കാം. ഫ്ലവറോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാം. ഇതുപോലെ നേരത്തെ ഞാൻ വാങ്ങിച്ചിട്ട് നല്ല ഗ്രീൻ കളറുള്ള കല്ലുമ്മക്കായ കിട്ടിയ തോട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കിട്ടുവാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് കഴുകി അടുപ്പത്ത് വയ്ക്കാം. ഇനി കഴുകാനൊന്നുമില്ല, കാരണം നമ്മൾ ഉപ്പുവെള്ളത്തിൽ അത് പുഴുങ്ങി എടുത്തൊരു സാധനമാണ്. വേവാനും അധികം വേവില്ല. ഓക്കെ, അത് ഞാൻ അടുപ്പത്ത് വെച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് അടുപ്പത്ത് വെച്ച് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ചെടുക്കുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ തിരുമ്മി വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും നല്ലതാണ്. എനിക്കിങ്ങനെ ഗ്രേവി ആയിട്ട് ഉള്ളതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ ചെയ്ത് നോക്കാം. ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി കിട്ടുന്ന വീഡിയോ എടുത്തിരുന്നു, അത് പോയി കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.